വിശദമായ വാർത്തയിലേക്ക്. കശ്മീർ വിഷയത്തിലടക്കം ഇന്ത്യയോട് ചർച്ചയ്ക്ക് അഭ്യർത്ഥിച്ച് പാകിസ്ഥാൻ. ഇന്ത്യയുമായുള്ള യുദ്ധങ്ങൾ പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ചെന്നും പരസ്പരം സഹകരിച്ച് കഴിയേണ്ടവരാണ് ഇരു രാജ്യങ്ങളുമെന്നും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾക്ക് മുൻകൈയെടുക്കാൻ UAEയുടെ സഹായം തേടുമെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞു. ദുബായിലെ അൽ അറേബ്യ ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പാക് പ്രധാനമന്ത്രിയുടെ തുറന്നുപറച്ചിലും ഇന്ത്യയോടുള്ള അഭ്യർത്ഥനയും. ഇന്ത്യയുമായുള്ള 3 യുദ്ധങ്ങൾ പാകിസ്ഥാനെ പാഠങ്ങൾ പഠിപ്പിച്ചു. പാക് ജനതയ്ക്ക് അത് ദുരിതങ്ങളും പട്ടിണിയും തൊഴിലില്ലായ്മയുമാണ് നൽകിയത്. The consequence of those wars, as a result, it only brought more miseries, to the unemployment, two nations, poverty, and millions were demoted from their level of satisfaction to a lower level of satisfaction. അയൽക്കാരായ ഇരു രാജ്യങ്ങളും ഒന്നിച്ചു കഴിയേണ്ടവരാണ്. വികസനവും സമാധാനവുമാണ് വേണ്ടത്. കശ്മീർ വിഷയത്തിലടക്കം ചർച്ചയ്ക്ക് തയ്യാറാണ്. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഷഹബാസ് ഷെരീഫ്. My message to the Indian leadership and Prime Minister Modi is that let's sit down on the table and have serious and sincere talks to resolve our burning issues like Kashmir, where flagrant violation of human rights are taking place day in and day out. ചർച്ചകൾക്ക് UAE സഹായം തേടുമെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞു. സമീപകാലത്തൊന്നുമില്ലാത്ത വിധത്തിലുള്ള സാമ്പത്തിക ആഭ്യന്തര പ്രതിസന്ധിയെ പാകിസ്ഥാൻ നേരിടുന്ന സാഹചര്യത്തിലാണ് ഷഹബാസ് ഷെരീഫിന്റെ പ്രതികരണം. ഭീകര സംഘടനകളെ സഹായിക്കുന്നുവെന്ന പ്രതിച്ഛായയുള്ളതിനാൽ അന്താരാഷ്ട്ര വായ്പകൾ ലഭിക്കുന്നതിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ തടസ്സം നേരിടുകയാണ്. മുമ്പ് AB വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഷഹബാസ് ഷെരീഫിന്റെ സഹോദരനും അന്നത്തെ പാക് പ്രധാനമന്ത്രിയുമായ നവാസ് ഷെരീഫുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. SN ട്രസ്റ്റ് ബൈലോയിൽ നിർണായക ഭേദഗതിക്ക് ഹൈക്കോടതിയുടെ അംഗീകാരം. വഞ്ചനാ കേസുകളിലും ട്രസ്റ്റിന്റെ സ്വത്ത് സംബന്ധമായ കേസുകളിലും ഉൾപ്പെട്ടവർ ട്രസ്റ്റ് ഭാരവാഹിത്വത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ഹൈക്കോടതി. അതേസമയം സ്ഥാനമോഹികളാണ് ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുന്നു. സുവി, എന്തായാലും ഹൈക്കോടതിയുടെ ഈ നിലവിലെ ഇക്കാര്യം വെള്ളാപ്പള്ളി നടേശൻ തിരിച്ചടിയാണ്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? അശ്വതി, SN ട്രസ്റ്റിന്റെ ബൈലോ ഉണ്ടാക്കിയത് ഹൈക്കോടതിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും ഭേദഗതി വരുത്താനും ഹൈക്കോടതിക്ക് മാത്രമാണ് കഴിയുക. ഹൈക്കോടതിയിൽ ഇത്തരത്തിൽ ഒരു ഭേദഗതി വരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് പരിഗണിച്ചത്. ആ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ബൈലോയിൽ ഇപ്പോൾ ഹൈക്കോടതി മാറ്റം വരുത്തിയിരിക്കുന്നത്. നിർണായകമായ മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്. ട്രസ്റ്റ് ഭാരവാഹികൾ ആയിരിക്കുന്നവർ വഞ്ചനാ കേസുകളിലും അതുപോലെ ട്രസ്റ്റിന്റെ സ്വത്ത് സംബന്ധമായ കേസുകളിലും ഉൾപ്പെടാൻ പാടില്ല എന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ കേസുള്ളവർ ആ കേസിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ ഇതിനുശേഷം മാത്രമേ ഭാരവാഹിത്വത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കേസ് ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. അതിനുശേഷമാണ് നിർണായകമായി ഒരു ബൈലോയിൽ നിർണായകമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒപ്പം തന്നെ കേസിൽ ഈ SN ട്രസ്റ്റിന്റെ അധ്യക്ഷ പദവിയിലാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതിയുടെ ഈ ഒരു നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ തനിക്ക് മാത്രമല്ല ഈ നിർദ്ദേശം ബാധകം എന്നാണ് പറയുന്നത്. ഏതായാലും അധ്യക്ഷ പദവിയിൽ വെള്ളാപ്പള്ളി നടേശന് തുടരാൻ കഴിയില്ല എന്ന് വേണം നമുക്ക് ഈ ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ ഇനി അപ്പീൽ പോകുക, അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നത് നിയമവിദഗ്ധരുമായി നിന്ന് മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഈ ബൈലോയിൽ നിന്ന് മാറ്റിയ സംഭവം, ബൈലോ ഭേദഗതി അംഗീകരിച്ച ഒരു സംഭവത്തിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. അശ്വതി. ശരി, സുവി വിശ്വനാഥനാണ് വാർത്തകൾ വിശദാംശങ്ങൾ നൽകിയത്. പെരിന്തൽമണ്ണയിൽ ബാലറ്റുകൾ അടങ്ങിയ പെട്ടി കാണാതായത് ഗൌരവമേറിയ വിഷയമെന്ന് ഹൈക്കോടതി. കോടതിയിൽ ഹാജരാക്കിയ ബാലറ്റുകൾ ഉദ്യോഗസ്ഥർക്ക് തിരികെ നൽകാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ബാലറ്റുകൾ ഹൈക്കോടതിയുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കും. സംഭവത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കോടതി മേൽനോട്ടത്തിലോ അന്വേഷണം വേണമെന്ന് നജീബ് കാന്തപുരം MLA ആവശ്യപ്പെട്ടു. ബോക്സിന്റെ കഥ തന്നെ ഞങ്ങൾക്ക് കിട്ടിയ അനൌദ്യോഗിക റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും പൊളിച്ച നിലയിലായിരുന്നു എന്നാണ്. അതിന് അന്വേഷണം നടന്നിട്ട് മാത്രമേ നമുക്ക് ബോധ്യമാവുകയുള്ളൂ. അതിന് വിശദമായ അന്വേഷണം നടക്കട്ടെ. ഞങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ യാതൊരു ഒബ്ജക്ഷനും ഞങ്ങൾ വെച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഈ കേസിൽ അദ്ദേഹം വിക്ടിമാണ്,
ഇതിലെന്ത് സംഭവിച്ചാലും നഷ്ടം എനിക്കാണ്. എനിക്ക് എന്റെ പഴയ പാർട്ടിക്കാരെ അറിയാം, ഞാനും ആ പാർട്ടി ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ അല്ല, മുസ്ലിം ലീഗിനെ ഏറ്റവും നന്നായി അറിയാവുന്ന മലബാറിലെ ഒരാളാണല്ലോ പത്രപ്രവർത്തകൻ എന്ന നിലക്ക്. ഇത് ആരാണ് ചെയ്യുക എന്നും നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ള ഒരു കാര്യമാണല്ലോ. ഞാനത് വിശദീകരിക്കേണ്ടതില്ല. അല്ല, അത് അദ്ദേഹം തോറ്റു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനല്ല നഷ്ടം. ജയിച്ച എനിക്കല്ലേ നഷ്ടം ഉണ്ടാവുക, തോറ്റാൾക്കല്ലല്ലോ നഷ്ടം. തോറ്റാൾ ഓൾറെഡി തോറ്റല്ലോ. ജയിച്ചാളെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഞാനാണ് വിക്ടിം. വിഷയവുമായി ബന്ധപ്പെട്ട നജീബ് കാന്തപുരം MLA-യുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. യഥാർത്ഥത്തിൽ താനാണ് ഇര എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും കോടതി ഇക്കാര്യം വളരെ ഗൗരവമായാണ് കണ്ടിരിക്കുന്നത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ഈ കേസ് കോടതിയിലേക്ക് എത്തിയപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് സംഭവിച്ചത്? കോടതിയിൽ ആദ്യം തന്നെ ഉണ്ടായ നടപടി ഈ ബാലറ്റ് ബോക്സ്, അതായത് ഈ തപാൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞിട്ടില്ല എന്ന രീതിയിൽ വിലയിരുത്തപ്പെട്ട ബോക്സുകൾ, ആ തപാൽ വോട്ടുകൾ അടങ്ങിയ ബോക്സ് ഇന്ന് കോടതിയിൽ എത്തിക്കുന്ന നടപടിക്രമമാണ് ചെയ്തത്. അത് കോടതിയിലേക്ക് എത്തിച്ച സമയത്താണ് ഇത് അതീവ ഗൗരവമുള്ള സംഭവമാണ് എന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് പിന്നീട് എവിടെ സൂക്ഷിക്കും അല്ലെങ്കിൽ ഏത് തരത്തിൽ സ്വീകരിക്കും എന്നത് സംബന്ധിച്ച ചോദ്യങ്ങളുണ്ടായി. പിന്നീട് രജിസ്ട്രാർ ജനറലിനെ നേരിട്ട് വിളിച്ചു വരുത്തിയ ശേഷമാണ് പിന്നീട് കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാനുള്ള ഉത്തരവിട്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് ഈ ബാലറ്റ് ഈ പെട്ടി നൽകില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ കേസിൽ ഒരു കക്ഷി ചേർക്കുന്നതിനുള്ള നടപടിയും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഈ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ ഒരു സത്യവാങ്മൂലം കോടതിയിൽ നൽകണം എന്ന നിർദ്ദേശവും നൽകി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും അതീവ ഗുരുതരമായ രംഗങ്ങളിലേക്കാണ് ഈ കേസ് കടക്കുന്നത്. പ്രത്യേകിച്ചും ഒരു ഗൂഢാലോചന തന്നെ ആരോപിച്ച് MLA രംഗത്തെത്തിയിരിക്കുന്നു. എതിരാളിയാണ് ഹർജി കൊടുത്തത്, പക്ഷേ അദ്ദേഹമാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ ഗൂഢാലോചന ആരോപിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു ഗൂഢാലോചന ആരോപിക്കുന്നത്? അല്ല, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ. എന്റെ ഈ ഹർജിക്കാരനാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വോട്ടൊക്കെ എന്റേതാണ്. ഞാൻ ഒരിക്കലും ഈ വോട്ട് എന്റേതാണെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഈ വോട്ട് എണ്ണിയാൽ മാത്രമേ അല്ലെങ്കിൽ തുറന്നാൽ മാത്രമേ അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം ഈ കേസിന്റെ തുടക്കം മുതലേ പറയുന്നത് അത് എന്റേതാണെന്നാണ്. അപ്പൊ സ്വാഭാവികമായും അത് അദ്ദേഹത്തിൻ്റെതാക്കാൻ ശ്രമം നടത്തേണ്ട കാര്യം അദ്ദേഹത്തിന് മാത്രം ഉള്ള ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് എനിക്കിതിൽ ഒരുപാട് സംശയങ്ങളുണ്ട്, നിഗൂഢതകളുണ്ട്. നമ്മളൊക്കെ ഞെട്ടിച്ച ഒരു കാര്യമായിട്ടാണല്ലോ ഇത് കാണുന്നത്. കോടതി ആ അതീവ ഗൗരവത്തോടെ കോടതി കണ്ടു എന്നതാണ് എന്റെ ഏറ്റവും വലിയ ആശ്വാസം. തീർച്ചയായും ഇതാണ് പറയുന്നത്. കാരണം നിസാര വോട്ടുകൾക്കാണ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചത്. അതിനുശേഷം അന്ന് തന്നെ എതിരാളി പരാതി നൽകുന്നു. ഒപ്പം അന്ന് ഈ എണ്ണപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന വോട്ടുകൾ യഥാർത്ഥത്തിൽ എണ്ണപ്പെട്ട വോട്ടുകൾ തന്നെയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കാരണം അസാധു എന്ന രീതിയിലാണ് ആ വോട്ടുകൾ മാറ്റിയത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് മുതൽ ഈ വോട്ടുകൾ, അസാധുവായ വോട്ടുകൾ തന്റേതാണ് എന്ന വാദമാണ് എതിരാളി ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഈ കേസിൽ ഉണ്ടാവാനിടയുള്ള നഷ്ടം മുഴുവൻ തനിക്കാണ്. ഈ വോട്ടുകൾ ഈ മറ്റൊരിടത്തു നിന്നും, അതായത് ഈ സ്ട്രോങ് റൂമിൽ നിന്നും മാറി മറ്റിടത്തു നിന്നും ഈ വോട്ടുകൾ കണ്ടെത്തിയപ്പോൾ തന്നെ ഇതിൽ കൃത്രിമത്വം നടക്കാനുള്ള സാധ്യതകൾ ഏറെയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ടാമ്പർ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ട ഒരു തെളിവ് എന്ന രീതിയിൽ ഇതിനെ ഏത് രീതിയിൽ പരിഗണിക്കണം എന്ന കാര്യത്തിൽ വിശദമായൊരു ചർച്ച കോടതിയിൽ ഉണ്ടാവണമെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും കോടതിയുടെ മേൽനോട്ടത്തിലടക്കമുള്ള ഒരു അന്വേഷണമാണ് ഈ കേസിൽ വേണ്ടതെന്നാണ് നജീബ് കാന്തപുരം പറയുന്നത്. ശരി, MS അനീഷ് കുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പെരിന്തൽമണ്ണ ട്രഷറിയിലെ സ്ട്രോങ് റൂമിൽ നിന്ന് ബാലറ്റ് ബോക്സ് മലപ്പുറം സഹകരണ രജിസ്ട്രാർ ഓഫീസിലെത്തിയതിന് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ പിഴവ്. 4 പേർക്ക് മലപ്പുറം ജില്ലാ കളക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. സംഭവം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ ബാലറ്റുകൾ നശിപ്പിക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതുപ്രകാരം കൊണ്ടുവന്ന പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ബാലറ്റ് പെട്ടികൾക്കൊപ്പമായിരുന്നു പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിലെ ബാലറ്റ് പെട്ടികൾ ഉൾപ്പെട്ടത്. ഇവ നശിപ്പിക്കപ്പെടാതിരുന്നത് ഭാഗ്യം കൊണ്ടുകൂടിയാണ്. പെട്ടി കൊണ്ടുവന്നവർക്കും കൊടുത്തുവിട്ടവർക്കും വലിയ പിഴവാണ് വന്നതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. പരിശോധിക്കാതെയാണ് പെട്ടി കൊടുത്തുവിട്ടതും കൊണ്ടുവന്നതും. ഇതുമായി ബന്ധപ്പെട്ട് 4 ഉദ്യോഗസ്ഥർക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ഇലക്ഷൻ കമ്മീഷണർക്ക് കൈമാറിയെന്നും കളക്ടർ പറഞ്ഞു. സംഭവത്തിൽ രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സർക്കാർ മനഃപൂർവ്വം ചെയ്തതാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതേസമയം തുടരന്വേഷണത്തിലെ സംഭവിച്ചത് എന്താണെന്ന കാര്യത്തിൽ വ്യക്തത കൈവരൂ. ന്യൂസ് 18 മലപ്പുറം. കൊല്ലം കരുനാഗപ്പള്ളിയിൽ 1 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ കടത്തിയ സംഭവത്തിൽ ലോറി ഉടമയും CPM ആലപ്പുഴ നോർത്ത് ഏരിയ കമ്മിറ്റി അംഗവുമായ ഷാനവാസിന്റെ വാദങ്ങൾ ഒന്നൊന്നായി പൊളിക്കുന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഷാനവാസ് ജയനുമായി വാടക കരാറിൽ ഏർപ്പെട്ടത് അഭിഭാഷക മുഖാന്തരം ചാത്തനാട്ടെ വീട്ടിൽ വെച്ച് 6-ന് രാത്രി എന്നാണ് വ്യക്തമാക്കിയത്. എന്നാൽ CDR രേഖകൾ പരിശോധിച്ചതിൽ നിന്നും
ജയൻ അന്നേ ദിവസം ആലപ്പുഴയിൽ എത്തിയിട്ടില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മുഖ്യപ്രതി ഇജാസും ഷാനവാസുമായി ബന്ധപ്പെട്ട ഫോൺ രേഖകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 8 എക്സ്ക്ലൂസീവ്. 4-ാം തീയതി പെർമിറ്റ് കിട്ടുന്നു, 6-ാം തീയതി ഞാൻ ഒരു കരാറുണ്ടാക്കുന്നു. പിന്നെ എന്നെപ്പോലെയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു വ്യവസായം ചെയ്യണമെങ്കിൽ എൻ്റെ സ്വന്തം പേരിൽ വാഹനമെടുത്ത് ഞാൻ ചെയ്യണം. ഞാൻ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ആളാണ്. കഴിഞ്ഞ 2 കൊല്ലമായി 5 നേരം നിസ്കരിച്ചുകൊണ്ട് കൃത്യതയോടുകൂടി ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ്. എനിക്കൊരിക്കലും ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യേണ്ടതില്ല. ഞാൻ മാന്യമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ 1 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ കടത്തിയ സംഭവത്തിൽ ലോറി ഉടമയും CPM ആലപ്പുഴ നോർത്ത് ഏരിയ കമ്മിറ്റി അംഗവുമായ ഷാനവാസിന്റെ വാദങ്ങൾ ഒന്നൊന്നായി പൊളിക്കുന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഷാനവാസ് ജയനുമായി വാടക കരാറിൽ ഏർപ്പെട്ടത് അഭിഭാഷക മുഖാന്തരം ചാത്തനാട്ടെ വസതിയിൽ വെച്ച് 6-ന് രാത്രിയെന്നാണ് വ്യക്തമാക്കിയത്. എന്നാൽ CDR രേഖകൾ പരിശോധിച്ചതിൽ നിന്നും ജയൻ അന്നേ ദിവസം ആലപ്പുഴയിൽ എത്തിയിട്ടില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 6-ന് ജയൻ മറ്റൊരു ജില്ലയിലായിരുന്നു. 2022 ആഗസ്റ്റിന് ശേഷം ജയൻ സ്വദേശമായ കട്ടപ്പനയിൽ എത്തിയിട്ടില്ലെന്നാണ് അവിടെ എത്തിയ കരുനാഗപ്പള്ളി പോലീസിനെ ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. 9-ന് എറണാകുളത്താണ് ജയന്റെ അവസാന ടവർ ലൊക്കേഷൻ. പിന്നീട് 2 ഫോണുകളും സ്വിച്ച് ഓഫ് ആണ്. 55,000 രൂപ പ്രതിമാസ വാടക നൽകി വാഹനമെടുക്കാൻ ശേഷിയുള്ള ആളല്ല ജയനെന്നും പോലീസ് പറയുന്നു. ക്രിമിനൽ ലഹരി സംഘങ്ങളുമായി ജയന് ബന്ധമുണ്ടെന്നും സൂചനയുണ്ട്. അതേസമയം കേസിൽ അറസ്റ്റിലായ ആലപ്പുഴയിൽ നിന്നുള്ള CPM പ്രവർത്തകൻ ഇജാസ ലഹരിക്കടത്ത് നടന്ന വേളകളിലും വാഹനം പിടിച്ച ശേഷവും ഷാനവാസിനെ ബന്ധപ്പെട്ടതിന്റെ ഫോൺ രേഖകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ നിന്നുള്ള കൂടുതൽ പേരെ പോലീസ് ചോദ്യം ചെയ്യും. ഷാനവാസുമായി ബന്ധപ്പെട്ട് സർക്കാർ വ്യാജരേഖയടക്കം ചമച്ച ഭൂമി തട്ടിപ്പ് കേസിന്റെ വിശദാംശങ്ങളും അന്വേഷണ സംഘം തേടും. കരുനാഗപ്പള്ളി ലഹരിക്കടത്ത് കേസിൽ ഷാനവാസിനെയും സംരക്ഷിച്ച CPM നേതാക്കന്മാരെയും ഒരുപോലെ വെട്ടിലാക്കുന്നതാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ കണ്ടെത്തലുകൾ. കേസിൽ ഒരു പടി കൂടി കടന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കാനാണ് സാധ്യത. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഇടവേളയാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാതെ ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ കാണാം. വീണ്ടും വാർത്തയിലേക്ക്. ഗുണ്ടാബന്ധമുള്ള പോലീസുകാർക്കെതിരെ ആഭ്യന്തര വകുപ്പ് നടപടി കടുപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് 2 ഡിവൈഎസ്പിമാർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തുള്ള റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് ലഭിച്ചു. റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് ഇടനില നിന്ന പോലീസുകാർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിനും നീക്കമുണ്ട്. തലസ്ഥാന ജില്ലയിൽ തുടർച്ചയായുണ്ടായ ഗുണ്ടാ ആക്രമണ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് ഗുണ്ടാ പോലീസ് ബന്ധത്തിൽ അന്വേഷണം ആരംഭിച്ചത്. കുപ്രസിദ്ധ ഗുണ്ട ഓംപ്രകാശ് ഉൾപ്പെട്ട പാറ്റൂർ ആക്രമണ കേസിന് പിന്നാലെ ഗുണ്ടകൾക്ക് ചില പോലീസ് ഉദ്യോഗസ്ഥർ സഹായം ചെയ്തിരുന്നതായും വിവരം ലഭിച്ചിരുന്നു. പോലീസുകാരുടെ ഗുണ്ടാബന്ധം സംബന്ധിച്ച് ഇന്റലിജൻസ് വിഭാഗം സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിച്ച റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് വിളിച്ചുവരുത്തി പരിശോധിച്ചു. പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആഭ്യന്തര വകുപ്പ് ശക്തമായ നടപടിക്ക് നിർദ്ദേശം നൽകിയത്. തിരുവനന്തപുരത്ത് 2 ഡിവൈഎസ്പിമാർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഗുണ്ടകളുടെ പാർട്ടിയിൽ പങ്കെടുത്തെന്നും പണമിടപാട് നടത്തിയെന്നുമുള്ള റിപ്പോർട്ടിലാണ് ശുപാർശ. റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി അടുത്ത ബന്ധം പുലർത്തിയ പോലീസുകാർക്കെതിരെ ഉടൻ വിജിലൻസ് അന്വേഷണവും ഉണ്ടാകും. ഗുണ്ടകളുമായി വഴിവിട്ട ഇടപാടുകൾ നടത്തിയ മംഗലപുരം ഉൾപ്പെടെ ചില പോലീസ് സ്റ്റേഷനുകളിൽ വലിയ അഴിച്ചുപണികൾക്കും സാധ്യതയുണ്ട്. SHOമാരുടെ കൂട്ട സ്ഥലം മാറ്റവും ഉണ്ടായേക്കാം. ഗുണ്ട റിയൽ എസ്റ്റേറ്റ് ബന്ധം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇന്നലെ 5 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം ചവറയിൽ NIA റെയ്ഡ്. ചവറ മുക്കുത്തോട് സ്വദേശി മുഹമ്മദ് സാദിഖിനെ NIA സംഘം കസ്റ്റഡിയിലെടുത്തു. യാത്രകളുമായി ബന്ധപ്പെട്ട രേഖകൾ വീട്ടിൽ നിന്നും NIA കണ്ടെടുത്തു. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ടായിരുന്നു റെയ്ഡ്. നയന സൂര്യന്റെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കി ക്രൈംബ്രാഞ്ച്. തിരുവനന്തപുരത്ത് നയന താമസിച്ചിരുന്ന വീട്ടിലെത്തി അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചു. VV വിനോദിന്റെ റിപ്പോർട്ട്. വെള്ളയമ്പലം ആൽത്തറയിൽ നയന വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘം ഇവിടേക്കാണ് എത്തിയത്. പ്രാഥമികമായ പരിശോധനകളാണ്. മരണം നടന്ന വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ തെളിവുകൾ ശേഖരിക്കുക എന്ന വലിയ വെല്ലുവിളി അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. മ്യൂസിയം പോലീസിന്റെ അന്വേഷണത്തിൽ, അതായത് ഈ മരണം സംഭവിച്ച ആദ്യഘട്ട അന്വേഷണം, അപ്പോൾ വലിയ വീഴ്ചയാണ് സംഭവിച്ചത്. കാരണം
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന കാരണങ്ങൾ മൃതദേഹത്തിലെ മുറിവ്, അതോടൊപ്പം തന്നെ ശ്വാസം മുട്ടിയാണ് മരണം സംഭവിച്ചത്, ആന്തരിക അവയവങ്ങളിലെ രക്തസ്രാവം, ഇത്തരം കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും FIRൽ ചേർക്കുകയോ പിന്നീട് FIRന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഈ അന്വേഷണം സംബന്ധിച്ച ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെയുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇത് ബോധപൂർവം സംഭവിച്ചതാണോ എന്നതാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്ന ചോദ്യം. മറ്റൊന്ന്, ക്രൈംബ്രാഞ്ച് ഇനി ഈ കേസിൽ നടത്താൻ പോകുന്ന കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിന്റെ യോഗം ചേരുന്നു. ഈ അന്വേഷണ സംഘത്തിന്റെ യോഗം കഴിഞ്ഞ ദിവസം ചേർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ പരിശോധന നടത്താൻ തീരുമാനിച്ചത്. ഈ വാതിലുകൾ തുറന്ന്, അതായത് 2 വാതിലുകൾ തുറന്നാണ് കിടപ്പുമുറിയിലേക്ക് എത്തേണ്ടത്. കിടപ്പുമുറിയുടെ വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ടിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഫോറൻസിക്കിന്റെ പരിശോധന ഉൾപ്പെടെ ഇനി നടത്തേണ്ടതുണ്ട്. ഇതായിരിക്കും പ്രധാനമായും പരിശോധിക്കുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ബാൽക്കണി, ഇവിടെ നിന്ന് ഒരാൾക്ക് വേണമെങ്കിൽ താഴേക്ക് ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ ആ സമയത്ത് റൂമിനുള്ളിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. നയനയുടെ സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ നയനയുമായി ബന്ധപ്പെട്ട ആ സമയത്ത് നടന്ന വസ്തുവിന്റെയോ മറ്റ് ഇടപാടുകളുടെയോ അതിന്റെ ആ ക്രയവിക്രയം സംബന്ധിച്ച രേഖകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. കേസ് ഡയറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം ഒരു വഴിക്ക് പോകുമ്പോൾ തന്നെ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കും അന്വേഷണ സംഘം കടക്കും. അന്നിവിടെ എത്തിയ സുഹൃത്തുക്കൾ, നയനയുമായി ബന്ധപ്പെട്ട മറ്റാളുകൾ, നയനയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ സാക്ഷികൾക്ക് നൽകാൻ കഴിയുമോ, ഇത്തരം കാര്യങ്ങളൊക്കെയും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ചില സുപ്രധാന മൊഴികൾ അന്വേഷണ സംഘത്തിന് വരും ദിവസങ്ങളിൽ ലഭിക്കും എന്ന കാര്യം വ്യക്തമാണ്. ശ്രീ വിനോദിനൊപ്പം BV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട് പുതുശ്ശേരിയിൽ കടുവ ആക്രമണത്തിൽ കർഷകൻ മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവില്ലെന്ന് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തള്ളി കുടുംബം. പിഴവില്ല എന്ന റിപ്പോർട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. രക്തം വാർന്നാണ് തോമസ് മരിച്ചതെന്ന് സഹോദരൻ ആന്റണി ന്യൂസ് 18നോട് പറഞ്ഞു. ICU ആംബുലൻസ് പോലും അനുവദിച്ചില്ല എന്നും കുടുംബം പരാതിപ്പെടും. രക്ഷപ്പെടാമായിരുന്ന ആളായിരുന്നു. പ്രതീക്ഷിച്ചില്ല, മരിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചു. കാരണം കാലിൽ ഇഞ്ചറി ഉണ്ട്, നമുക്കറിയാം. പിന്നെ കാല് പൊട്ടിയാൽ ഒഴിഞ്ഞാൽ അത് ഓപ്പറേഷൻ ചെയ്ത് കടുവ അവിടെ ചേട്ടാന് തീർക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയ്ക്ക് സങ്കടം ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. കാരണം എന്താ പറയുക, ഇത് നമ്മളായിട്ട് കൊന്നതാണ് ചേട്ടാനെ. നമ്മൾ മനുഷ്യന്മാരാണ് കൊന്നത്. മൃഗാണ്, മൃഗത്തിന് അറിയത്തില്ല എന്ന് വിചാരിക്കാം, അല്ലേ സാറേ? പക്ഷെ മനുഷ്യന്മാരുടെ അനാസ്ഥ കൊണ്ട് മാത്രം സംഭവിച്ചതല്ലേ സാറേ? പറയുന്നതല്ല സാറേ, നമുക്ക് നമ്മുടെ വിഷമാണ് സാറേ. ഇനി ഒരു മനുഷ്യൻ ഇങ്ങനെ വരരുത് ആർക്കും. നമുക്ക് അത്രയേ ഉള്ളൂ. വയനാട്ടിൽ തോമസിന്റെ മരണം ശക്തമായ രക്തസ്രാവവും തുടർന്നുണ്ടായ ഷോക്കും കാരണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആശുപത്രിയിൽ സീനിയർ ഫിസിഷ്യന്മാർ പരിശോധിച്ചു. 108 ആംബുലൻസിൽ എമർജൻസി ടെക്നീഷ്യൻ ഉണ്ടായിരുന്നുവെന്നും മന്ത്രി അറിയിച്ചു. ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നത് 11:50 കൂടിയാണ്. 10 മണിയോടുകൂടിയാണ് കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതിൽ 11:50, അതായത് 1 മണിക്കൂർ 50 മിനിറ്റ് കഴിഞ്ഞ് 2 മണിക്കൂറിന് അടുപ്പിച്ചാണ് മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. ധാരാളമായി രക്തം വാർന്നു പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ട ഡോക്ടേഴ്സിൽ ജനറൽ സർജറിയിലെ ഡോക്ടേഴ്സ് ഉൾപ്പെടെ സീനിയർ ഡോക്ടേഴ്സ്, ഫിസിഷ്യൻ ഉൾപ്പെടെയുള്ള സീനിയർ ഡോക്ടേഴ്സ് കണ്ടു. അപ്പം അവിടെ നൽകേണ്ടതായിട്ടുള്ള സ്റ്റെബിലൈസേഷൻ അവിടെ നൽകി. സ്റ്റെബിലൈസ് ചെയ്ത് കൂടുതൽ രക്തം വാർന്നു പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കി. അത് ബാക്കി സ്റ്റെബിലൈസേഷൻ, അപ്പോൾ അത് വൈറ്റൽസ് എല്ലാം രേഖപ്പെടുത്തി അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴുള്ളത് 12:40 വാസ്കുലർ സർജൻ കാണേണ്ട ആവശ്യമുണ്ട് എന്നിവർ ഈ ഡോക്ടേഴ്സ് കണ്ടെത്തുകയും വാസ്കുലർ സർജൻ ഉള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്തു. അപ്പം വയനാട് മാനന്തവാടി ആശുപത്രിയിൽ വെച്ച് ജനറൽ സർജറിയിലുള്ള സീനിയർ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം 12:45 കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ച് ആംബുലൻസിൽ കയറ്റി എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു വ്യക്തിയെ ഒരു ഇതിനൊന്നും ബ്ലെയിം ചെയ്യുന്നതല്ല, ഒരു വ്യക്തിയെ ബ്ലെയിം ചെയ്യുന്നു അല്ലെങ്കിൽ ആശുപത്രിയുടെ ഡോക്ടേഴ്സിനെ ബ്ലെയിം ചെയ്യുന്ന ഒന്നുമല്ല. നമ്മൾ പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള സിസ്റ്റം ഒരിക്കലും അല്ലെങ്കിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും അനുവദിച്ചു തന്നില്ല എന്നാണ് ഞങ്ങളുടെ ബ്ലെയിം. ഞങ്ങൾ ഇതിപ്പോ പറയുന്നത് തന്നെ നമ്മളൊരു കോമൺ കോഴ്സിന് വേണ്ടി നമ്മുടെ ചേട്ടൻ മരിച്ചുപോയി, നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്തേ തീരൂ. അപ്പം ഇത് ഇനി ഒരിക്കലും വയനാട്ടിലെ ഒരു വ്യക്തിക്കും ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടാകരുത് എന്ന ഒരു ഉറച്ച വിശ്വാസം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ കുടുംബം ഇത് പറയുന്നത്. ഇതൊരു കോമൺ കോസാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഞങ്ങളുടെ കുടുംബം ഞങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള നഷ്ടപ്പെട്ടു, പക്ഷെ വയനാട്ടിലെ ആളുകൾക്ക് ഇതൊരിക്കലും ഇനി ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകരുത്.
പാലക്കാട് ധോണി മേഖലയിൽ ഇന്നലെ രാത്രിയും PT-7 ഇറങ്ങി കൃഷി നശിപ്പിച്ചു. മേലെ ധോണിയിൽ അലിമുത്തുവിന്റെ വീടിന് സമീപം കാട്ടാനെത്തിയത് വീട്ടുകാരെ ഭീതിയിലാക്കി. നിരന്തരം ഇറങ്ങുന്ന PT-7 പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് BJP പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണമാണ്. മായാപുരം, മേലേധോണി എന്നിവിടങ്ങളിലാണ് ഇന്നലെ രാത്രി PT-7 ഇറങ്ങിയത്. മേലേധോണി സ്വദേശി രാമകൃഷ്ണന്റെ നെൽകൃഷി നശിച്ചു. അലിമുത്തുവിന്റെ വീടിന് മുന്നിൽ കാട്ടാനയെത്തിയത് വീട്ടുകാർ ഞെട്ടലോടെയാണ് ഓർക്കുന്നത്. പ്രദേശം വന്നാൽ അങ്ങനെ റോട്ടിൽ കൂടെ പോകല്, പിന്നെയും വീണ്ടും വരുന്നു. ഇന്നിപ്പോൾ ഇന്നലെയാണ് വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ വന്നത്. എപ്പോഴും വഴി കൂടെ അങ്ങനെ ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ അപ്പുറത്തെ ചാലിയിൽ കൂടെ പോകും. നിങ്ങൾ കിടന്നിരുന്നോ അതോ ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒച്ച കേട്ട് വന്നത്. പടി പൊട്ടിന് ചെത്തം കേട്ടപ്പോൾ മൂപ്പര് ഓടി കൊണ്ടുവരേണ്ട എണിച്ചു ഉറക്കത്തിൽ. ഇവിടെ കുറേ കാലങ്ങളായിട്ട് ഭയങ്കര ആനശല്യം ഉള്ളതാണ്. പിന്നെ ഇപ്പോൾ ഒരു വൈകുന്നേരം ആയി കഴിഞ്ഞ ഒരു 6:30 ആകുമ്പോഴേക്കും ആന ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ മുഴുവൻ നാട്ടുപ്രദേശത്തെക്കുറിച്ചും ഇറങ്ങി നടന്നിട്ട് തിരിച്ച് 6:30 ആകുമ്പോൾ കയറി വരും. ഇതിപ്പോൾ ഇന്നലെ കണ്ടില്ലേ, ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ വീടിന് തിരിഞ്ഞിറങ്ങും. നമ്മുടെ ഫാദർ കൂടി കിടക്കണേ. ഇവിടെ നമുക്ക് തിരിയുമ്പോഴേക്കും ഇവിടെ തിരിഞ്ഞുകൊണ്ട് ആന താഴോട്ട് ഇറങ്ങിപ്പോയി. എവരുടെ ആന എന്ന് പറയുമ്പോഴേക്കും താഴോട്ട് ഇറങ്ങിപ്പോയി. അതങ്ങനെ തിരിച്ചിറങ്ങി. ഞങ്ങൾ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ നേരെ റോട്ടിൽ കൂടെ തന്നെ ഇറങ്ങിപ്പോയത്. PT-7 പിടികൂടാൻ വൈകുന്നു എന്നാരോപിച്ച് അകത്തേത്തറ, മലമ്പുഴ, പുതുപ്പരിയാരം, മുണ്ടൂർ പഞ്ചായത്തുകളിൽ പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണമാണ്. നടപടി ആവശ്യപ്പെട്ട് DFO ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണം. ഇനിയൊരു മരണം ഈ പ്രദേശത്ത് സംഭവിക്കാൻ പാടില്ല. വന്യമൃഗങ്ങളുടെ ആക്രമണം നിമിത്തം എന്നുള്ളതുകൊണ്ടാണ് ഈ ശക്തമായിട്ടുള്ള സമരരംഗത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ ജനകീയ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതേസമയം കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യസംഘം വയനാട്ടിൽ നിന്നും നാളെ എത്തുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. ന്യൂസ് 18 പാലക്കാട്. മണ്ണാർക്കാട് തത്തേങ്ങലത്ത് ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. പുലിയും 2 കുട്ടികളെയുമാണ് കാർ യാത്രക്കാർ കണ്ടത്. തത്തേങ്ങലം സ്വദേശികളായ റഷീദ്, ഷറഫ്, ഖാലിദ് എന്നിവരാണ് പുലിയെ കണ്ടത്. വലിയ ആശങ്കയിലെന്ന് പുലിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ ദിൽഷാദ് പറയും. ഇന്നലെ ഞങ്ങൾ ഒരു 8:30 സമയമായ സമയത്ത് ഞാനും അതുപോലെ ഞങ്ങൾ 4 പേര് ഞങ്ങൾ കടയിൽ പോകാൻ വേണ്ടിയിട്ട് കാർ എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ റോഡിന്റെ സൈഡിലായിട്ട് പുലിയുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യം വല്ല പട്ടിക്കുഞ്ഞൊക്കെ ആവുമെന്ന് വിചാരിച്ചു. പിന്നീട് നോക്കുമ്പോഴാണ് വാലിലൊക്കെ നല്ല പുള്ളിയുള്ള നല്ല ആരോഗ്യമുള്ള പുലി കുഞ്ഞുങ്ങള്. അതിനുശേഷം നമ്മൾ വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് ഹെഡ് ലാമ്പ് ഓഫ് ചെയ്യാണ്ട് നമ്മളിവിടെ ഒരു 10 മിനിറ്റോളം നമ്മളിവിടെ നിന്ന സമയത്തും ഈ പുലി കുഞ്ഞുങ്ങൾക്ക് യാതൊരു ഭയമോ അല്ലെങ്കിൽ വണ്ടിയുടെ ശബ്ദമോ വെട്ടമോ കണ്ടിട്ട് ഇവർ മാറാനൊന്നും ശ്രമിക്കുന്നില്ല. ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. പിന്നീടാണ് കാര്യം മനസ്സിലായത്. പിന്നെ നമ്മൾ ഈ കാണുന്ന ഈ സൈഡ് ഈ റോഡിന്റെ താഴ്ഭാഗത്തായിട്ട് പുലിയുടെ വലിയൊരു പുലിയും കൂടെ ഉണ്ടായിരുന്നു. ഈ നാട് ഇപ്പൊ എത്രത്തോളം ആശങ്കയിലാണ്? നാട് ഇപ്പൊ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് പല ഭാഗത്തായിട്ട് പുലിനെ കണ്ടു. പുലിയുടെ സാന്നിധ്യം, അതുപോലെ വളർത്തുന്ന പിന്നെ മൃഗങ്ങള്, പട്ടികള്, ഇതിനെയൊക്കെ കാണാണ്ടാവുന്ന വളർത്തു മൃഗങ്ങളെയൊക്കെ പുലി കടിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും ഒരു ഒറ്റ പുലിയാണ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഈ പുലിക്കുഞ്ഞുങ്ങളെ കാണുന്നത് ഇന്നലെ ആദ്യമായിട്ടാണ്. പുലിയുടെ സാന്നിധ്യം ഈ മേഖലയിൽ മാസങ്ങളായി ഉണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. വനംവകുപ്പ് പ്രദേശത്ത് തെരച്ചിൽ നടത്തുകയാണ്. ഈ പ്രദേശത്ത് മുൻപും പുലിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. വന്യജീവി ആക്രമണത്തിൽ നടപടി ആവശ്യപ്പെട്ട് പാലക്കാട് ജില്ലയിലെ 4 പഞ്ചായത്തുകളിൽ BJP ഹർത്താൽ നടത്തുകയാണ്. പാലക്കാട് ഓങ്ങല്ലൂരിൽ കൃഷി നശിപ്പിക്കാനെത്തിയ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. 87 പന്നികളെയാണ് പഞ്ചായത്തിന്റെയും വനംവകുപ്പിന്റെയും നേതൃത്വത്തിൽ കൊന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വിവിധ കൃഷിയിടങ്ങളിലായിരുന്നു കാട്ടുപന്നി വേട്ട. കർഷകരുടെ നിരന്തര പരാതിയെ തുടർന്നാണ് പഞ്ചായത്ത് ഭരണസമിതി കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ ആവശ്യമായ സംവിധാനമൊരുക്കിയത്. തോക്ക് ലൈസൻസ് ഉള്ള പെരിന്തൽമണ്ണയിലെ MM സക്കീർ, അസീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ സഹായത്തോടെയായിരുന്നു 87 കാട്ടുപന്നികളെ കൊന്നത്. മൂന്നാറിൽ ജനവാസ മേഖലയിൽ തമ്പടിച്ച പടയപ്പ. പകൽ സമയത്തും തോട്ടം മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട്. ചില ജീപ്പ് ഡ്രൈവർമാർ ആനയെ അനാവശ്യമായി പ്രകോപിപ്പിക്കുന്നതായും ആരോപണമുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി മൂന്നാറിൽ നിന്നും കുറ്റിയാർ വാലിയിലേക്ക് പോവുകയായിരുന്ന ജീപ്പിന് മുൻപിലാണ് പടയപ്പ നിലയുറപ്പിച്ചത്. വാഹനത്തിന് നേരെ ആന അടുത്തു തുടങ്ങിയതോടെ ഡ്രൈവർ തുടർച്ചയായി ഹോൺ മുഴക്കി ആനയെ പിന്തിരിപ്പിക്കാൻ ആയിരുന്നു ശ്രമം.
കുറച്ചുനേരം റോഡിൽ നിലയുറപ്പിച്ച ശേഷം ആന പിന്നീട് പിൻവാങ്ങി. അതേസമയം കഴിഞ്ഞ ദിവസം കടലോർ എസ്റ്റേറ്റിൽ ആനയെത്തി തേയിലച്ചെടികൾക്കിടയിൽ നിന്നും പടയപ്പ റോഡിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. ഇതേസമയം ഇതുവഴി കടന്നു പോവുകയായിരുന്ന ജീപ്പ് ഡ്രൈവർ അനാവശ്യമായി ഹോൺ മുഴക്കി പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നുവെന്നും ആരോപണമുണ്ട്. ഏതാനും മാസങ്ങളായി മൂന്നാറിൽ പടയപ്പയുടെ സാന്നിധ്യം സ്ഥിരമാണ്. പകൽ സമയത്തു പോലും ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് ആശങ്ക കൂട്ടുകയാണ്. ന്യൂസ് 18 മൂന്നാർ. എറണാകുളം വടക്കൻ പറവൂരിൽ ഭക്ഷ്യവിഷബാധ. വടക്കൻ പറവൂരിലെ മജ്ലിസ് ഹോട്ടലിൽ നിന്ന് ഇന്നലെ രാത്രി കുഴിമന്തി കഴിച്ച 8 പേർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഛർദി, വയറിളക്കം എന്നിവ അനുഭവപ്പെട്ടതിനെ തുടർന്ന് 7 യുവാക്കളെയും ഒരു വിദ്യാർത്ഥിയെയും പറവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരാതി ലഭിച്ചാൽ കേസെടുത്ത് അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. കൊല്ലം ആര്യങ്കാവിൽ മായം കലർത്തിയ പാൽ പിടികൂടിയ ടാങ്കറിൽ ചോർച്ച. ടാങ്കറിന്റെ ആദ്യത്തെ കമ്പാർട്ട്മെന്റാണ് ചോർന്നത്. കമ്പാർട്ട്മെന്റിൽ പ്രഷർ നിറഞ്ഞതാണ് ചോർച്ചയ്ക്ക് കാരണം. കഴിഞ്ഞ 6 ദിവസമായി തെന്മല സ്റ്റേഷനിലാണ് ടാങ്കർ ഉള്ളത്. അതിനിടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെതിരെ ഡയറി ഓഫീസേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തി. ക്ഷീര വകുപ്പ് മായം ചേർന്ന പാൽ പിടികൂടിയാലും ഭക്ഷ്യസുരക്ഷാ ലാബിൽ നിന്നുള്ള ഫലം വൈകുന്നു. ഇതിൽ സർക്കാർ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് വിമർശനം. തമിഴ്നാട്ടിൽ നിന്ന് പാൽ കൊണ്ടുവരാൻ കമ്പനിക്ക് ട്രാൻസ്പോർട്ടേഷൻ ലൈസൻസ് ഇല്ലെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ക്ഷീരവികസന വകുപ്പ് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്നലെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറോട് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ക്ഷീരവികസന വകുപ്പ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ പാലിൻ്റെ സാമ്പിൾ ശേഖരിക്കുകയും ഏതാണ്ട് അതിൻ്റെ സമയമെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതിൽ ഔദ്യോഗിക രേഖകളും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് തിരുവനന്തപുരത്തെ ലാബിൽ അതിൻ്റെ പരിശോധന നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിൽ ചില കോണുകളിൽ നിന്ന് ശ്രമിക്കുന്നത് പോലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ക്ഷീരവികസന വകുപ്പും തമ്മിൽ ഏറ്റുമുട്ടലില്ലെന്നൊക്കെയുള്ള രീതിയിൽ വാർത്തകൾ കണ്ടു. പക്ഷേ തീർത്തും തെറ്റായ കാര്യമാണ്. ക്ഷീരവികസന വകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും സഹകരിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് 2006 FSSAI പ്രകാരം അധികാരം ചുമതലപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന കണ്ടെത്തലുകൾ ക്ഷീരവികസന വകുപ്പുമായി കൃത്യമായി ആശയവിനിമയം നടത്തുകയും അതിൻ്റെ റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഏത് തലങ്ങളിലാണോ അത് ഏത് രീതിയിലാണ് പരിഹരിക്കാൻ കഴിയുക എന്നുള്ളതിൻ്റെ കൂട്ടായ ആലോചനകൾ നടത്തി ആ ശ്രമങ്ങളാണ് നടത്തുന്നത്. അപ്പോൾ ഇതിൽ 2 തരത്തിലുള്ള പരിശോധനകൾ നമുക്ക് നാഷണലി അക്രഡിറ്റഡ് ആയിട്ടുള്ള ലാബാണ് തിരുവനന്തപുരത്ത് ഉള്ളത്. വനൈഡിയം പെൻറ്റോക്സൈഡ് ടെസ്റ്റും മെത്തേഡും അതോടൊപ്പം തന്നെ അയഡിൻ പൊട്ടാഷ്യം സ്റ്റാർച്ച് മെത്തേഡും 2 രീതിയിലാണ് ഈ പാലിൻ്റെ സാമ്പിളുകൾ പരിശോധിച്ചതായി ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇടവേളയാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാതെ ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനലിൽ കാണാം. വീണ്ടും വാർത്തയിലേക്ക്. പാക് ഭീകരൻ അബ്ദുൾ റഹ്മാൻ മക്കിയെ ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തി UN സുരക്ഷാ കൌൺസിൽ. അമേരിക്ക 16 കോടി തലയ്ക്ക് വിലയിട്ട മക്കിയെ ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന് ഇന്ത്യ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ ഇത് സംബന്ധിച്ച് സുരക്ഷാ കൌൺസിലിൽ പ്രമേയം കൊണ്ടുവന്നെങ്കിലും ചൈന തടസ്സവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ലഷ്കർ-ഇ-ത്വയ്ബ തലവൻ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത ബന്ധുവാണ് ഇയാൾ. നിലവിൽ ലഷ്കർ-ഇ-ത്വയ്ബയുടെ ഡെപ്യൂട്ടി അമീറും രാഷ്ട്രീയകാര്യ വിഭാഗത്തിന്റെ തലവനുമാണ്. അൽ ഖായ്ദ, IS എന്നീ ഭീകര സംഘടനകളുമായാണ് മക്കിക്ക് അടുത്ത ബന്ധമുള്ളത്. കശ്മീരിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിന് യുവാക്കളെ പ്രേരിപ്പിക്കുകയും ഇതിനായി പണം സ്വരൂപിക്കുകയും ചെയ്യുന്നതിന്റെ ചുമതലക്കാരനുമാണ്. നേരത്തെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസിൽ പാകിസ്ഥാനിലെ കോടതി അബ്ദുൾ റഹ്മാൻ മക്കിയെ ശിക്ഷിച്ചിരുന്നു. ഭാരത് ജോഡോ യാത്ര ജമ്മുകാശ്മീരിൽ പ്രവേശിക്കാനിരിക്കെ രാഹുൽ ഗാന്ധിക്ക് മുന്നറിയിപ്പുമായി സുരക്ഷാ ഏജൻസികൾ. ഭീകരാക്രമണത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കാറിൽ സഞ്ചരിക്കാൻ നിർദ്ദേശം. പഞ്ചാബിൽ യാത്രയ്ക്കിടെ സുരക്ഷാ വീഴ്ച സംഭവിച്ചതായും ആരോപണം ഉയർന്നു. വ്യാഴാഴ്ച ജമ്മുകശ്മീരിലേക്ക് കടക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് വിപുലമായ സുരക്ഷാ സംവിധാനമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ചില നിർദ്ദേശങ്ങൾ സുരക്ഷാ ഏജൻസികൾ രാഹുൽ ഗാന്ധിക്ക് നൽകിയത്. കശ്മീരിൽ ചില സ്ഥലങ്ങളിൽ കാൽനട യാത്ര ഒഴിവാക്കണമെന്നാണ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭീകര ആക്രമണത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കാറിൽ സഞ്ചരിക്കണം. ജനുവരി 27-ന് അനന്തനാഗ് വഴി യാത്ര ശ്രീനഗറിലേക്ക് കടക്കും. രാഹുൽ ഗാന്ധിക്ക് നിലവിൽ Z+ സുരക്ഷാ സംവിധാനമാണ് നൽകുന്നത്.
യാത്രയിൽ പങ്കെടുക്കുന്നവർ കാശ്മീരിൽ രാത്രി തങ്ങുന്ന സ്ഥലങ്ങളിലെ സുരക്ഷാ മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ച് വിശദമായ അവലോകനം നടക്കുന്നുണ്ട്. അതിനിടെ പഞ്ചാബിൽ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ സുരക്ഷാ വീഴ്ചയുണ്ടായതായി ആക്ഷേപം ഉയർന്നു. സുരക്ഷാ വലയം ഭേദിച്ചൊരാൾ രാഹുൽ ഗാന്ധിക്ക് സമീപത്തെത്തി. മഞ്ഞ ജാക്കറ്റ് ധരിച്ചെത്തിയയാൾ രാഹുലിനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പെട്ടെന്നു തന്നെ ഇടപെട്ട കോൺഗ്രസ് പ്രവർത്തകർ ഇയാളെ തള്ളിമാറ്റുകയായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് സുരക്ഷയൊരുക്കുന്നതിൽ CRPFന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിക്കുന്നതായി കോൺഗ്രസ് കഴിഞ്ഞയാഴ്ച ആരോപണം ഉന്നയിച്ചിരുന്നു. യാത്രയ്ക്ക് നൽകുന്ന സുരക്ഷ ശക്തിപ്പെടുത്തണമെന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പഞ്ചാബിലുണ്ടായ സംഭവം കൂടുതൽ വിവാദങ്ങൾക്ക് വഴി തുറന്നേക്കാം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വധശ്രമ കേസിൽ ശിക്ഷിക്കപ്പെട്ട ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസലിന്റെ ശിക്ഷാവിധിക്കെതിരായ അപ്പീലിനെ എതിർത്ത ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കീഴ്ക്കോടതി ശിക്ഷ വിധിച്ചത്. മുൻ MPയും മറ്റ് പ്രതികളും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. ശിക്ഷ റദ്ദാക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. നിയമവ്യവസ്ഥയോട് ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടാനും കാരണമാകും. അപ്പീൽ തള്ളണം. പ്രതികൾ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചുവെന്ന ദൃക്സാക്ഷി മൊഴികളും മെഡിക്കൽ തെളിവുകളും ഉണ്ട്. അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ച് MA ബേബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. സമൂഹ മാധ്യമങ്ങളിൽ അടൂരിനെ ചിത്രവധം ചെയ്യുന്നത് വിപ്ലവകരമായ പ്രവർത്തനമെന്ന് കരുതുന്നവർ രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ ഒന്നുകൂടെ പഠിക്കണം. അടൂരിനെ ജാതിവാദിയായി ചിത്രീകരിക്കുന്നത് നിരുത്തരവാദപരമായ വ്യക്തിഹത്യയാണ്. മാധ്യമപ്രവർത്തകർ പ്രകോപിപ്പിക്കാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തിരിച്ചടിക്കുന്ന ഉത്തരങ്ങളല്ല അടൂർ. ഒരിക്കലും കുലുങ്ങാത്ത മതേതര രാഷ്ട്രീയമാണ് അടൂർ ഗോപാലകൃഷ്ണനെന്നും MA ബേബി ഫേസ്ബുക്കിൽ കുറിച്ചു. ശശി തരൂർ പിന്നാക്ക വിരോധിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ ബുദ്ധിശൂന്യം. കോൺഗ്രസ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് തന്നെ ശരിയല്ല. ശശി തരൂർ ഒരു ആനമണ്ടനെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കേരളത്തിൽ ലഹരി ഉപയോഗം കൂടുന്നുവെന്ന് ശശി തരൂർ MP. 3 വർഷം കൊണ്ട് 3 ഇരട്ടി ഉപയോഗം കൂടി. സമ്മർദ്ദം കാരണം ചില കുട്ടികൾ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങുന്നുവെന്നും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ കൂടി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണമെന്നും ശശി തരൂർ പറഞ്ഞു. KSEBയുടെ സ്മാർട്ട് മീറ്റർ പദ്ധതിക്ക് വീണ്ടും തടയിട്ട ഭരണ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ. CITU ജനറൽ സെക്രട്ടറി എളമരം കരീം MPയുമായി ചർച്ച ചെയ്ത ശേഷം കരാർ ഒപ്പിട്ടാൽ മതിയെന്നാണ് ബോർഡ് തീരുമാനം. ഉപഭോക്താക്കൾക്ക് അധിക ഭാരം ചുമത്തുന്ന തീരുമാനം പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളും ആവശ്യപ്പെട്ടു. KSEBയും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ REC പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയും തമ്മിലാണ് 8200 കോടി രൂപയുടെ സ്മാർട്ട് മീറ്റർ പദ്ധതി. ഭരണ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇത് 2ാം തവണയാണ് ബോർഡിന് കരാർ ഒപ്പിടൽ മാറ്റിവെക്കേണ്ടി വരുന്നത്. പദ്ധതി പൊതുമേഖലയ്ക്കുള്ളിൽ തന്നെ നടപ്പാക്കണമെന്നാണ് യൂണിയനുകളുടെ ആവശ്യം. REC പവർ ഡിസ്ട്രിബ്യൂഷൻ ഒരു കേന്ദ്ര സർക്കാർ സംരംഭമാണെങ്കിലും അവർ സ്വകാര്യ കമ്പനികൾക്ക് ഉപകരാർ കൊടുക്കുന്നു എന്നാണ് ആരോപണം. തൊഴിലില്ലായ്മയാണ്, തൊഴിലവസരം ഉണ്ടാക്കുമെന്ന് സർക്കാർ ഒരു സൈഡിൽ കൂടെ പറയും. ഈ മേഖലയിൽ ഇതിപ്പോൾ വർക്കേഴ്സിന്റെ ഒഴിവുകൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇത് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരു ഒത്തുകളിയാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് കേന്ദ്രം പറഞ്ഞ REC PDCL അവരാ കമ്പനി അത് ജോയിന്റ് വെഞ്ചറാണ്. അതിന് പോയി KSEBയിലെ മാനേജ്മെന്റ് ഒപ്പിട്ട് കൊടുത്തിരിക്കുക. നിലവിലുള്ള മീറ്ററിന് ഇപ്പോഴും ഉപഭോക്താവ് വാടക നൽകുന്നുണ്ട്. ഇനി സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുകയാണെങ്കിൽ മീറ്ററിന് 8000 രൂപയിലധികം ഉപഭോക്താവ് നൽകേണ്ടി വരുമെന്നും യൂണിയൻ നേതാക്കൾ. 800 രൂപയുടെ മീറ്റർ ഓരോരുത്തരും റെന്റ് കൊടുത്തത്. നമ്മൾ മന്ത്ലി റെന്റ് മേടിക്കും. അങ്ങനെ മന്ത്ലി റെന്റ് മേടിച്ച ആ മീറ്ററാണ് ഇപ്പൊ പ്രെമിസസിൽ ഇരിക്കുന്നത്. അത് മുഴുവൻ മാറ്റിയിട്ട് ഉപഭോക്താവ് 8000 രൂപയുടെ മീറ്റർ വെച്ചിട്ട് ഉപഭോക്താവ് അതിന്റെ പൈസ മന്ത്ലി കൊടുക്കണമെന്ന് പറയുന്നതിനകത്ത് ന്യായമുണ്ടോ? കരാർ ഒപ്പിടുന്നത് തടസ്സപ്പെട്ടെങ്കിലും സ്മാർട്ട് മീറ്റർ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനും സഹായത്തിനുമായി 12,40,00,000 രൂപയ്ക്ക് കൺസൾട്ടൻസി ടെൻഡർ സർക്കാർ ക്ഷണിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. അനുകൂല വിധിക്കായി ഹൈക്കോടതി ജഡ്ജിക്ക് കോഴ നൽകാനെന്ന പേരിൽ അഭിഭാഷകൻ പണം വാങ്ങിയെന്ന പരാതിയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങി. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സേതുരാമന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കും. ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റിന് എതിരെയാണ് ആരോപണം. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിക്കാൻ ജഡ്ജിക്ക് കോഴ നൽകാൻ എന്ന പേരിൽ കക്ഷിയിൽ നിന്ന് അഭിഭാഷകൻ പണം വാങ്ങിയെന്ന ഗുരുതര പരാതിയിലാണ് പോലീസ് അന്വേഷണം. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരാഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കി പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് FIR ഇടുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. നാളെ മുതൽ കേസിൽ ഉൾപ്പെട്ടവരിൽ നിന്ന് മൊഴിയെടുക്കും. ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണന് കോഴ നൽകാൻ എന്ന് കേസിലെ കക്ഷിയായ സിനിമാ നിർമ്മാതാവിനെ വിശ്വസിപ്പിച്ച് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈബി
ജോസ് കിടങ്ങൂർ 25 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് പരാതി. ഇക്കാര്യം കക്ഷി പുറത്തു പറഞ്ഞ് ഹൈക്കോടതി ജഡ്ജി അറിയുകയായിരുന്നു. ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതി വിജിലൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചു. അന്വേഷണ റിപ്പോർട്ട് ചീഫ് ജസ്റ്റിസിന് കൈമാറി. പിന്നാലെ കേസ് പോലീസിന് കൈമാറുകയായിരുന്നു. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി. സംസ്ഥാന സർക്കാരിന്റെ വാഹനങ്ങൾക്ക് ഇനി മുതൽ പ്രത്യേക നമ്പർ സീരീസ് നൽകിയേക്കും. KL 99 സീരീസ് ആണ് നൽകുക. ഗതാഗത മന്ത്രി വിളിച്ച യോഗത്തിൽ ശുപാർശ അംഗീകരിച്ചു. മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടെ സീരീസ് നടപ്പാക്കും. സംസ്ഥാനത്ത് സർക്കാർ വാഹനങ്ങൾക്ക് പ്രത്യേക സീരീസ് നമ്പർ നൽകാൻ മോട്ടോർ വാഹന വകുപ്പാണ് ശുപാർശ മുന്നോട്ട് വച്ചത്. ഇതു സംബന്ധിച്ച് ഗതാഗത മന്ത്രി വിളിച്ചു ചേർത്ത യോഗം ശുപാർശ അംഗീകരിച്ചു. അന്തിമ തീരുമാനത്തിനായി ശുപാർശ മുഖ്യമന്ത്രിക്ക് കൈമാറും. പ്രത്യേക നമ്പർ നൽകാൻ മോട്ടോർ വാഹന വകുപ്പിൽ ചട്ടഭേദഗതി കൊണ്ടുവരും. ഭേദഗതിയുണ്ടായാൽ സർക്കാർ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഇനി മുതൽ KL 99 എന്ന സീരീസിലായിരിക്കും. സംസ്ഥാന സർക്കാർ വാഹനങ്ങൾ KL 99A എന്ന വിഭാഗത്തിലും കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന കേന്ദ്ര സർക്കാർ വാഹനങ്ങൾ KL 99B എന്ന വിഭാഗത്തിലുമായിരിക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ KL 99C എന്ന വിഭാഗത്തിലും പൂർണ്ണമായും സർക്കാരിന്റെ കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങളുടെ വാഹന നമ്പർ KL 99D എന്ന വിഭാഗത്തിലേക്കും മാറും. സംസ്ഥാന സർക്കാരിന്റെ വാഹനങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാനാണ് പുതിയ തീരുമാനം. അതേസമയം KSRTCയുടെ നമ്പർ KL 15 എന്ന രീതിയിൽ തുടരും. ന്യൂസ് 18, തിരുവനന്തപുരം. മുതിർന്ന പൌരന്മാർക്ക് ചെറുപ്പം നൽകുന്ന ഏജിംഗ് ക്ലബ്ബുമായി കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി. ക്ലബിന്റെ പ്രതിമാസ സംഗമം അംഗങ്ങൾ ആടിയും പാടിയും ആഘോഷമാക്കി. മുതിർന്ന പൗരന്മാർ നേരിടുന്ന ഒറ്റപ്പെടലിന് ആശ്വാസമാണ് MDH ഹെൽത്തി ഏജ് ക്ലബ്. ജീവിതശൈലി രോഗങ്ങൾ, പൊതു ആരോഗ്യ ചർച്ചകൾ എന്നിവയ്ക്കപ്പുറം ആടാനും പാടാനുമൊക്കെ അവസരമുണ്ട്. ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ. അംഗങ്ങളുടെ വിശദമായ ആരോഗ്യ പരിശോധനയും കൂട്ടായ്മയുടെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട്. തുടർ സഹായങ്ങളും ലഭ്യമാക്കും. പല രീതിയിലുള്ള സാംസ്കാരിക പരിപാടികൾ, കലാപരിപാടികൾ, വിനോദ പരിപാടികൾ, വ്യായാമ മുറകൾ എന്നിവയിലൂടെ പരസ്പരം ഒന്നിച്ച് പ്രായത്തെ തോൽപ്പിക്കാനുള്ള ഒരു രീതിക്ക് അവരെ ഒരുക്കാനാണ് ഈ ക്ലബിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ സേതുരാമൻ കൂട്ടായ്മയിലെ മുതിർന്ന പൗരന്മാരുമായി ആശയവിനിമയം നടത്തി. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ MD ഡോക്ടർ PV ലൂയിസ് ചടങ്ങിൽ പങ്കെടുത്തു. 500ഓളം സജീവ അംഗങ്ങളാണ് കൂട്ടായ്മയിലുള്ളത്. ന്യൂസ് 18, കൊച്ചി. പഴയ വസ്ത്രങ്ങൾ കലാസൃഷ്ടികളാക്കി ശ്രദ്ധേയനാവുകയാണ് ഘാനയിലെ കലാകാരൻ മൈക്കിൾ ഗ. കലാസൃഷ്ടിക്കൊപ്പം പ്രകൃതി സംരക്ഷണവും ഈ കലാകാരന്റെ ലക്ഷ്യമാണ്. ആഫ്രിക്കൻ രാജ്യമായ ഘാനയിലേക്ക് ഓരോ വർഷവും ഇറക്കുമതി ചെയ്യുന്നത് 20 ലക്ഷത്തിലധികം തുണിത്തരങ്ങളാണ്. ഇതിൽ 40% ഉപേക്ഷിക്കപ്പെടുന്നു. ഇത്തരം തുണികളാണ് മൈക്കിൾ ഗായുടെ സൃഷ്ടികൾക്കായുള്ള അസംസ്കൃത വസ്തു. ഉപേക്ഷിച്ചതും പഴയതുമായ വസ്ത്രങ്ങൾ കൂട്ടിയിണക്കി സ്വതന്ത്ര മനസ്സുകളുടെ കഥയാണ് മൈക്കിൾ ഏറെയും പറയുന്നത്. കുട്ടികൾ കളിക്കുന്നതും സ്ത്രീകൾ പാടുന്നതുമൊക്കെയാണ് പ്രമേയം. 5 ചെറുപ്പക്കാർ ഒരുപോലുള്ള വസ്ത്രം ധരിച്ചു കാണുന്ന ഈ ചിത്രവും സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണെന്ന് മൈക്കിൾ ഗ പറയുന്നു. I sourced my fabrics from one from Kantamanto, which are known for the second hand, like they bring in second hand stuff. So I go there every 2 weeks to buy them. സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റുകളിലെയും ഫാഷൻ ഷോകൾക്ക് ശേഷം ബാക്കി വരുന്ന വസ്ത്രങ്ങളും ഉൾപ്പെടെ സമാഹരിച്ചാണ് അസംസ്കൃത വസ്തു കണ്ടെത്തുന്നത്. മാറുന്ന ഫാഷൻ അനുസരിച്ച് യുവാക്കൾ പുതിയ വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ പഴയവ വലിയ തോതിൽ മാലിന്യമാകുന്നു. കലാസൃഷ്ടിയിലൂടെ പ്രകൃതി സംരക്ഷണം എന്ന വലിയ ലക്ഷ്യവുമുണ്ട്. മൈക്കിൾ ഗായുടെ പ്രവൃത്തി ഫാഷൻ മേഖലയിലെ മറ്റു പലർക്കും പ്രചോദനമാണ്. വ്യവസായത്തെ പ്രകൃതി സൗഹൃദമായി മാറ്റാൻ മൈക്കിളിന്റെ പ്രവൃത്തി കാരണമായെന്ന് ഫെൻസ് ഫാഷന്റെ CEO പറയുന്നു. Right now he comes for it. He uses them to make art, to make pieces, and which is actually good and contributing a lot to our environment, which is very key. And I think it has also opened up my mind to a new line of business and a new to be more environmental conscious, because we have to be eco-friendly. മൈക്കിളിന്റെ പ്രവൃത്തി ഘാനയും കടന്ന് മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും കലാകാരന്മാർക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശിക്കുകയാണ് പ്രകൃതി സ്നേഹികൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ.
സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുകയാണ് കേന്ദ്രമെന്ന് മുഖ്യമന്ത്രി. കിഫ്ബി വാങ്ങുന്ന പണം സംസ്ഥാനം എടുത്ത വായ്പയായി കണക്കാക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. സംസ്ഥാനത്തെ ക്ഷേമ പദ്ധതികൾ നിർത്തലാക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി. നെടുമ്പാശ്ശേരിയിൽ 44.9 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. 4 ക്യാപ്സ്യൂളുകളാക്കി കടത്തിയ 871 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. പാലക്കാട് സ്വദേശി അനസിൽ നിന്നാണ് കസ്റ്റംസ് സ്വർണം പിടിച്ചത്. രാജ്യം തൊഴിലില്ലായ്മയുടെ രൂക്ഷതയാണ് അനുഭവിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. 20-നും 25-നും ഇടയിൽ പ്രായമുള്ള 42% പേർ തൊഴിൽ രഹിതർ. കേന്ദ്ര സർക്കാർ നിയമനം നടത്തുന്നില്ലെന്നും മുഖ്യമന്ത്രി. സിവിൽ സർവീസിനെ വിമർശിച്ച് മുഖ്യമന്ത്രി. സിവിൽ സർവീസിന്റെ പ്രവർത്തനത്തിൽ അത്ര മേന്മ അവകാശപ്പെടാനാകുന്ന സംസ്ഥാനമല്ല കേരളം. ജനങ്ങളെ സേവിക്കാൻ ബാധ്യതപ്പെട്ട ജനപ്രതിനിധികളും സിവിൽ സർവീസും ഒരേ മനസ്സോടെ ചലിക്കണമെന്നും മുഖ്യമന്ത്രി. ചിന്തൻ ശിബിരിലെ പീഡന ശ്രമവുമായി ബന്ധപ്പെട്ട തുടർ പരാതിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. വിവേക് എച്ച് നായരെയാണ് 1 വർഷത്തേക്ക് KPCC നേതൃത്വം സസ്പെൻഡ് ചെയ്തത്. കൊല്ലം കൊട്ടാരക്കര മീയണ്ണൂരിൽ പാറ കയറ്റിയ ടോറസ് ലോറി അപകടത്തിൽപ്പെട്ടു. കാറിന് മുകളിലേക്കാണ് ലോറി മറിഞ്ഞത്. കാർ യാത്രികർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആർക്കും പരിക്കുകളില്ല. പൂയപ്പള്ളിയിൽ നിന്നും പാറ കയറ്റി വന്ന ടോറസ് ലോറി നിയന്ത്രണം നഷ്ടമായി മറിയുകയായിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് വാഹനങ്ങൾ നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഫെഡറൽ ബാങ്ക് ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ K. വേണുവിന്. ഒരു അന്വേഷണത്തിന്റെ കഥ എന്ന ആത്മകഥയാണ് പുരസ്കാരത്തിന് അർഹമായത്. കോഴിക്കോട് നടന്ന കേരള ലിറ്റററി ഫെസ്റ്റിവലിൽ സംഘടിപ്പിച്ച പ്രത്യേക ചടങ്ങിൽ ഫെഡറൽ ബാങ്ക് ചെയർമാൻ C. ബാലഗോപാൽ പുരസ്കാരം സമ്മാനിച്ചു. എഴുത്തുകാരൻ M. മുകുന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫെഡറൽ ബാങ്ക് കോഴിക്കോട് മേഖലാ മേധാവി മോഹൻദാസ് TS സ്വാഗതവും ജോസ്മോൻ P. ഡേവിഡ് നന്ദിയും പറഞ്ഞു. ഉത്തര മലബാറിൽ ഇത് തെയ്യങ്ങളുടെ കാലമാണ്. നാടിന്റെ ഹൃദയം കവരുന്ന തെയ്യക്കോലങ്ങൾ കഴിഞ്ഞ ദിവസം ഒത്തുകൂടി. കാസർഗോഡ് മടിയൻകൂലവും പാട്ടുത്സവത്തോടനുബന്ധിച്ചായിരുന്നു തെയ്യങ്ങളുടെ കൂടിച്ചേരൽ. 6 ക്ഷേത്രങ്ങളിലെ തെയ്യങ്ങളാണ് ക്ഷേത്രപാലകന്റെ സന്നിധിയിൽ ഒത്തുചേർന്നത്. ദേശാധിപനായ മടിയൻകൂലോം ക്ഷേത്രപാലകന്റെ സന്നിധിയിലാണ് തെയ്യങ്ങളുടെ ഒത്തുചേരൽ നടന്നത്. നേരോത്ത് പെരട്ടൂർ കൂലോം, മുളവന്നൂർ ഭഗവതി ക്ഷേത്രം, കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം, അജാനൂർ കടപ്പുറം കുറുമ്പ ഭഗവതി ക്ഷേത്രം, അടോട് പഴയസ്ഥാനം പടാർ കുളങ്ങര ഭഗവതി ക്ഷേത്രം, മാണിക്കാത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള തെയ്യ സംഘങ്ങളാണ് കാൽനടയായി ക്ഷേത്രത്തിലെത്തിയത്. തെയ്യസംഘത്തിനൊപ്പം ഭക്തരും അണിനിരന്നു. തുടർന്ന് എഴുന്നള്ളിച്ചു വെക്കലും പുറത്തെഴുന്നള്ളത്തും കാളരാത്രി അമ്മയുടെ പച്ചവർണ്ണത്തിലുള്ള കളം വരയ്ക്കലും നടന്നു. പാട്ടുത്സവത്തിന്റെ ഭാഗമായ തെയ്യം വരവിന് മാണിക്കോത്ത് ഉറൂസ് കമ്മിറ്റി സ്വീകരണം നൽകി. മതമൈത്രിയുടെ അടയാളപ്പെടുത്തലായി മാറിയ സ്നേഹവിരുന്നിൽ തെയ്യം വരവിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്ക് മധുരപാനീയം വിതരണം ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. ആനവാർത്തകൾ ഭീതി പരത്തുന്ന സമയത്ത് അതിർത്തിക്കപ്പുറത്ത് നിന്നുള്ളത് ആനകളെ അണിയിച്ചൊരുക്കുന്ന വാർത്തയാണ്. തമിഴ്നാട് നീലഗിരി ദെപ്പക്കാട് ലോഗൌസ് ആനത്താവളത്തിൽ ആനപ്പൊങ്കൽ ആഘോഷം നടന്നു. പരമ്പരാഗത ആദിവാസി സംഗീതത്തിനൊപ്പം പോലീസ് വനം ഉദ്യോഗസ്ഥർ നൃത്തം ചെയ്തു. നീലഗിരി ജില്ലയിലെ മുതുമല കടുവാ സങ്കേതത്തിലെ തെപ്പക്കാട് ബ്രീഡിംഗ് എലിഫന്റ് ക്യാമ്പിലാണ് എല്ലാ വർഷവും മാട്ടുപൊങ്കൽ ദിനത്തിൽ ആനപ്പൊങ്കൽ ആഘോഷിക്കുന്നത്.
അയ്യപ്പന്റെ പ്രധാനപ്പെട്ട വഴിപാടാണ് പടിപൂജ. തിരക്കിനെ തുടർന്ന് തീർത്ഥാടന കാലത്ത് പടിപൂജ ഒഴിവാക്കിയായിരുന്നു ചടങ്ങുകൾ. മകരവിളക്ക് കഴിഞ്ഞതോടെ സന്നിധാനത്ത് വീണ്ടും പടിപൂജ ആരംഭിച്ചിട്ടുണ്ട്. തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ നടന്ന പടിപൂജയുടെ മനോഹര ദൃശ്യങ്ങൾ കാണാം. ക്യാമറാമാൻ KP ധനേഷ് പകർത്തിയ ഈ ദൃശ്യങ്ങളോടെ വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.